വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ 95 മുതൽ 140 വരെയുള്ള നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. 11 ശ്ലോകം. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാ കപിരമേയാത്മാ സർവയോഗ വിനിസൃത. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി അച്യുത വൃഷാകപി അമേയാത്മാ സർവയോഗ വിനിസൃത എന്നിങ്ങനെ 9 നാമങ്ങളാണ് ഇവിടെ വരുന്നത്. അജ ജനിക്കാത്തവൻ എന്നാണ് ഈ നാമത്തിന് അർത്ഥം. മഹാഭാരതത്തിൽ ഭഗവാൻ വിഷ്ണു ഇപ്രകാരം പറയുന്നു: ഞാൻ ജനിച്ചിട്ടില്ല, ജനിക്കുന്നില്ല, ജനിക്കുകയുമില്ല. ഞാൻ സർവഭൂതങ്ങളുടെയും ക്ഷേത്രജ്ഞനാകുന്നു. അതുകൊണ്ട് ഞാൻ അജനെന്ന് അറിയപ്പെടുന്നു. സർവേശ്വര, സർവേശ്വരൻ എന്നാൽ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായവൻ എന്നാണ് അർത്ഥം. സിദ്ധ, എല്ലാം സിദ്ധിച്ചവൻ, നേടിയവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. സിദ്ധി, അനശ്വരമായ നേട്ടങ്ങളെയാണ് സിദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ അനശ്വരമായ നേട്ടങ്ങളോടുകൂടിയവനാണ് വിഷ്ണു. സർവാദി, എല്ലാത്തിനും ആദിയായവൻ, അതായത് സർവഭൂതങ്ങൾക്കും ആദികാരണമായവൻ എന്നാണ് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. അച്യുത, ച്യുതി സംഭവിക്കാത്തവൻ, ഇളക്കമൊന്നും തട്ടാത്തവൻ എന്നാണ് ഈ നാമത്തിലെ വിശേഷണം. വൃഷാകപി, സകല അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ, സകല ഇച്ഛകളും പൂർത്തീകരിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. വൃഷ എന്നതിന് ധർമ്മമെന്നും ക എന്നതിന് ജലമെന്നും കപി എന്നതിനെ വരാഹമെന്നും എടുക്കാം. അപ്പോൾ ഭൂമിയെ വരാഹരൂപം ധരിച്ച് ജലത്തിൽ നിന്ന് ഉദ്ധരിച്ചവരെന്ന് അർത്ഥം വരുന്നു. അതുപോലെ ഭഗവാൻ വിഷ്ണു ധർമ്മത്തെ ഉദ്ധരിച്ചവനാണ് എന്നും പറയുന്നു. അമേയാത്മാ, അമേയമെന്നാൽ അളക്കുവാനാകാത്തത്, അതായത് അളക്കുവാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സർവയോഗ വിനിസൃത, എല്ലാവിധ യോഗങ്ങളിൽ കൂടിയും ജ്ഞാനം, ഭക്തി, കർമ്മം, രാജം പ്രാപ്യനായവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 12 ശ്ലോകം. വസുർവസുമനാ സത്യസമാത്മാ സംമിതസമ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി. വസു, വസുമനാഹ, സത്യ, സമാത്മാ, സംമിത, സമ, അമോഘ, പുണ്ടരീകാക്ഷ, വൃഷകർമ്മ, വൃഷാകൃതി എന്നിങ്ങനെ 10 നാമങ്ങൾ നമുക്കിവിടെ കാണാം. വസു, സകല ഭൂതങ്ങളിലും വസിക്കുന്നവൻ വസു എന്ന് പറയപ്പെടുന്നു. ആരിലാണോ സകല ഭൂതങ്ങളും വസിക്കുന്നത് അവനും വസുവാണ്. വസുമനാഹ, വസു എന്നതിന് ശ്രേഷ്ഠമായതെന്നും അർത്ഥം പറയാം. ശ്രേഷ്ഠമായ മനസ്സുള്ളവനാണ് വിഷ്ണു എന്ന് അർത്ഥം പറയുന്നു. രാഗം, ദ്വേഷം, ലോഭം, മോഹം, മതം, മാത്സര്യം മുതലായ ആന്തരിക വൈരികളിൽ നിന്നും തികച്ചും വിമുക്തനായവനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. സത്യ, സത്യസ്വരൂപൻ, മൂർത്തവും അമൂർത്തവുമായവൻ എന്നൊക്കെ അർത്ഥം പറയാം. സമാത്മാ, വിഷ്ണു എല്ലാ ജീവികളിലും സമമായി കുടികൊള്ളുന്നവനാണ്, ആത്മാവാണ് എന്ന് പറയുന്നു. സംമിത, സംമിത എന്നതിന് സമ്യക്കായി മാനം ചെയ്യപ്പെട്ടവൻ, ശ്രുതി, യുക്തി എന്നീ പ്രമാണങ്ങളെ കൊണ്ട് നിശ്ചയിക്കപ്പെട്ടവൻ, തിട്ടപ്പെട്ടവൻ എന്ന് അർത്ഥം പറയുന്നു. സമാത്മാ സംമിത എന്നതിനെ 2 രീതിയിലും പറയാം. സമാത്മാ സംമിത എന്നും സമാത്മാ അസംമിത എന്നും. അസംമിത എന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനർത്ഥം ആരാലും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തവനെന്നും അർത്ഥം വരും. 2 പ്രയോഗങ്ങളും തെറ്റല്ല. സമ, സർവത്ര സമഭാവത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ലക്ഷ്മി ദേവിയുടെ കൂടെ വസിക്കുന്നവനെന്നും അർത്ഥം പറയാം. അമോഘ, മോഘമെന്നാൽ വ്യർത്ഥം, നിഷ്ഫലം എന്നർത്ഥം. അപ്പോൾ അമോഘൻ എന്നാൽ വ്യർത്ഥമല്ലാത്തവൻ എന്ന് അർത്ഥം വരുന്നു. അതായത് ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ വ്യർത്ഥമാക്കാത്തവൻ എന്ന് വിശേഷിപ്പിക്കാം. പുണ്ടരീകാക്ഷ, പുണ്ടരീകമെന്നാൽ താമര, താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. വൃഷകർമ്മ, ധർമ്മമായ കർമ്മത്തോടു കൂടിയവൻ, ധർമാനുസൃതമായി കർമ്മം ചെയ്യുന്നവൻ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം പറയാം. വൃഷാകൃതി, ധർമ്മത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് ഇവിടെ അർത്ഥം വരുന്നു. 13 ശ്ലോകം.
രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനിശുചിശ്രവാഹ അമൃത ശാശ്വതസ്ഥാണുർ വരാരോഹോ മഹാതപാഹ. രുദ്ര ബഹുശിരാ ബഭ്രു വിശ്വയോനി ശുചിശ്രവാഹ അമൃത ശാശ്വതസ്ഥാണു വരാരോഹ മഹാതപാഹ എന്നിവയാണ് ഇവിടുത്തെ 9 നാമങ്ങൾ. രുദ്ര രോദനം ചെയ്യിക്കുന്നവൻ, കരയിക്കുന്നവൻ എന്നർത്ഥം വരുന്നതിനാൽ പാപികളെ കരയിക്കുന്നവനെന്നും ദുഃഖകാരണത്തെ നശിപ്പിക്കുന്നവനെന്നും ഈ നാമത്തിന് അർത്ഥം പറയാം. ബഹുശിരാ അനേകം ശിരസ്സുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. പുരുഷ സൂക്തത്തിൽ സഹസ്രശീർഷ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ബഭ്രു ഈ നാമത്തിന് ഭരിക്കുന്നവൻ, പോഷിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. ലോകത്തെ മുഴുവനും ഭരിക്കുന്നവനാണ്, പോഷിപ്പിക്കുന്നവനാണ് വിഷ്ണു എന്ന് കാണുന്നു. വിശ്വയോനി വിശ്വത്തിൻ്റെ ഉത്ഭവത്തിന്, സൃഷ്ടിക്ക് കാരണമായവനെന്ന് വിശേഷിപ്പിക്കുന്നു. വിശ്വത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് വിഷ്ണു. ശുചിശ്രവാഹ ശ്രവസ് എന്നാൽ പേരുകൾ, അതായത് ശുദ്ധമായ പേരുകളോടുകൂടിയവനെന്ന് വിശേഷിപ്പിക്കാം. തിരുനാമങ്ങൾ ഉച്ചരിക്കുന്നവനെ പരിശുദ്ധമാക്കുന്നവൻ എന്നും അർത്ഥം പറയാം. അമൃത മരണമില്ലാത്തവനാണ് വിഷ്ണു എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ശാശ്വതസ്ഥാണു നിത്യവും സ്ഥിരവുമായിട്ടുള്ളവനെന്ന് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. വരാരോഹ വരമെന്നാൽ ശ്രേഷ്ഠമെന്നും ആരോഹമെന്നാൽ മടിത്തട്ടെന്നും അർത്ഥമെടുത്താൽ ആരുടെ മടിത്തട്ട് ശ്രേഷ്ഠമായിരിക്കുന്നുവോ അവൻ വരാരോഹൻ എന്ന് പറയാം. വിഷ്ണുവിൻ്റെ മടിത്തട്ട് എല്ലാവർക്കും ശരണമേകുന്നു എന്ന് പറയുന്നു. മഹാതപാഹ മഹത്തായ തപസ്സനുഷ്ഠിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 14-ാം ശ്ലോകം. സർവഗ സർവവിദ്ഭാനുർ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത് കവി. 10 നാമങ്ങൾ നമുക്കിവിടെ കാണാം. സർവഗ സർവവിദ്ഭാനു വിശ്വക്സേന ജനാർദ്ദന വേദ വേദവിത് അവ്യംഗ വേദാംഗ വേദവിത് കവി എന്നീ 10 നാമങ്ങൾ. സർവഗ എല്ലായിടത്തും ഗമിക്കുന്നവൻ, വ്യാപിക്കുന്നവൻ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം പറയാം. സർവവിദ്ഭാനു സർവവിദ് എന്നാൽ എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥം. ഭാനു എന്നാൽ ഭാനം ചെയ്യുന്നവൻ, പ്രകാശിക്കുന്നവനെന്നും അർത്ഥം. അതായത് വിഷ്ണു എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രകാശിക്കുന്നവനാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. വിശ്വക്സേന വിശ്വക് എന്നാൽ സർവമെന്ന് അർത്ഥം വരുന്നു. ഭഗവാൻ യുദ്ധത്തിനിറങ്ങുമ്പോൾ തന്നെ ശത്രു സൈന്യം ചിന്നിച്ചിതറി അങ്ങിങ്ങായി ഓടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ നാമത്തിന് പൂർണ്ണ സൈന്യത്തോടെ ദൈത്യന്മാരെ ഓടിക്കുന്നവനെന്ന് അർത്ഥം വരുന്നു. ജനാർദ്ദന അർദ്ദനം ചെയ്യുക എന്നാൽ പീഡിപ്പിക്കുക എന്നാണ് അർത്ഥം. ദുർജനങ്ങളെ പീഡിപ്പിക്കുന്നവൻ, സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവൻ എന്നിവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. വേദ വേദസ്വരൂപനാണ് വിഷ്ണു എന്ന് പറയുന്നു. വേദവിദ് വേദത്തെയും വേദാർത്ഥത്തെയും പൂർണ്ണമായി അറിയുന്നവനാണ് എന്നാണ് വിശേഷണം. അവ്യംഗ വ്യംഗമെന്നാൽ ന്യൂനത എന്ന് പറയാം. ഒരു കോട്ടവും ന്യൂനതകളുമില്ലാത്തവൻ എന്ന ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. വേദാംഗ വേദങ്ങൾ അംഗങ്ങളായിട്ടുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വേദവിദ് നിരന്തരം വേദാർത്ഥ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവനെന്നും ഈ നാമത്തിന് അർത്ഥം പറയാം. കവി ജ്ഞാതാവ്, ദൂരദർശി, ക്രാന്തദർശി എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഈ പദത്തിന് കാണാം. 15-ാം ശ്ലോകം. ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജ. 8 നാമങ്ങൾ ഇവിടെ കാണാം. ലോകാധ്യക്ഷ, സുരാധ്യക്ഷ, ധർമാധ്യക്ഷ, കൃതാകൃത, ചതുരാത്മാ, ചതുർവ്യൂഹ, ചതുർദംഷ്ട്ര, ചതുർഭുജ എന്നിവയാണ് ഈ 8 നാമങ്ങൾ. ലോകാധ്യക്ഷ അധ്യക്ഷൻ എന്നാൽ പ്രവൃത്തികളെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് പറയാം. ലോകങ്ങളെയെല്ലാം എല്ലായ്പ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. സുരാധ്യക്ഷ സുരന്മാരുടെ അധ്യക്ഷനാണ് വിഷ്ണു എന്ന് പറയുന്നു. ധർമാധ്യക്ഷ ധർമാധർമ്മങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ധർമ്മസംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്നവനെന്ന് അർത്ഥം പറയാം.
കൃതാകൃത, ചെയ്തവനും ചെയ്യാത്തവനുമെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. കാര്യരൂപത്തിൽ കൃതനും കാരണരൂപത്തിൽ അകൃതനും ആണ് വിഷ്ണു എന്ന് പറയുന്നു. ചതുരാത്മാ, 4 ആത്മാക്കളോടുകൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് ഓരോന്നിനും 4 വീതം വിഭൂതികൾ, അതായത് ആത്മാക്കളുണ്ട് എന്ന് പറയുന്നു. സൃഷ്ടിക്ക് കാരണമായ വിഭൂതികൾ ബ്രഹ്മാവ്, ദക്ഷപ്രജാപതി, കാലൻ അതായത് യമൻ, ജീവന്മാർ എന്നിവരാണെന്ന് കാണുന്നു. സ്ഥിതിക്ക് ഉത്തരവാദപ്പെട്ട 4 വിഭൂതികൾ വിഷ്ണു, മനുക്കൾ, കാലൻ അതായത് യമൻ, ഭൂതജാലങ്ങൾ എന്നിവയും സംഹാരകാരണമായ 4 വിഭൂതികൾ രുദ്രൻ, കാലൻ അതായത് യമൻ, മൃത്യു, ജീവന്മാർ എന്നിവരും ആണ് എന്ന് പറയുന്നു. ഇവയെല്ലാം അടങ്ങിയതാണ് വിഷ്ണു, ചതുരാത്മാവ് എന്ന് പറയുന്നു. ആത്മാവിനെ 4 തരത്തിൽ വിശേഷിപ്പിക്കുന്നു. പിണ്ടജം, അണ്ടജം, സ്വേദജം, ഉദ്ഭിജം എന്ന 4ആയിട്ട്. ഗർഭത്തിൽ നിന്നുണ്ടാകുന്നവ പിണ്ടജം, മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് അണ്ടജം, വിയർപ്പിൽ നിന്നുണ്ടാവുന്നതാണ് സ്വേദജം, മുളച്ച് ഉണ്ടാവുന്നത് ഉദ്ഭിജം എന്നിവയാണ് ഈ 4 ആത്മാക്കൾ. ഇവയും വിഷ്ണു തന്നെയാണ് എന്നാണ് പറയുന്നത്. ചതുർവ്യൂഹ, വ്യൂഹം എന്ന ശബ്ദത്തിന് വലിയ മാത്ര, സമവായം, സംഗ്രഹം എന്നൊക്കെ അർത്ഥം പറയാം. 4ആയി വ്യൂഹം രചിച്ചവൻ, കൂട്ടായവൻ എന്നൊക്കെ വിഷ്ണുവിനെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ 4 വിഭൂതികൾ ചേർന്ന് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ നടത്തുന്നുവെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇവയെയും ചതുർവ്യൂഹം എന്ന് പറയുന്നു. ചതുർദംഷ്ട്ര, 4 തേറ്റപ്പല്ലുകളോടുകൂടിയവൻ, നരസിംഹം എന്നർത്ഥം പറയുന്നു. ചതുർഭുജ, ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ചുകൊണ്ട് 4 കൈകളോടുകൂടിയവൻ എന്നാണ് ഈ നാമത്തിൻ്റെ വിശേഷണം. അതാണ് മഹാവിഷ്ണുവിൻ്റെ സ്വരൂപം. ഇപ്പോൾ നമ്മൾ 15 ശ്ലോകങ്ങളും 140 നാമങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ചെല്ലാം. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാ കപിരമേയാത്മാ സർവയോഗ വിനിസൃത വസുർവസുമനാ സത്യ സമാത്മാ സംമിത സമ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനിശുചിശ്രവാഃ അമൃത ശാശ്വതസ്ഥാണുർ വരാരോഹോ മഹാതപാഃ സർവഗ സർവവിദ്ഭാനുർ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കാം.